ഇന്ന് കർക്കിടക വാവാണ്. പിതൃസ്മരണയിൽ വിശ്വാസികൾ പിതൃക്കളുടെ ആത്മശാന്തിക്കായി സംസ്ഥാനത്തെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ ആയിരക്കണക്കിന് പേർ ചടങ്ങുകളിൽ പങ്കെടുക്കും. തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ ഏകോപനവും ഉണ്ടാകും. പുലർച്ചെ മുതൽ തന്നെ പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലേക്ക് ഭക്തരുടെ ഒഴുക്കാണ്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിന്ന് പ്രതീഷ് എം ജി പ്രതീഷും, ആലുവ മണപ്പുറത്ത് നിന്ന് നിധിൻ സേവ്യറും, ഒപ്പം തിരുനെല്ലിയിൽ നിന്ന് ദീപക് മോഹനും, സ്വാന്തന വർക്കല പാവനാശത്തു നിന്നും ചേരുന്നു. ഒപ്പം കൊല്ലം തിരുമുല്ലാവാരത്ത് നിന്ന് ജയശങ്കറും ചേരുന്നുണ്ട്. ആദ്യം എം ജി പ്രതീഷിലേക്ക് പോവുകയാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലാണ് പ്രതീഷ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. വലിയ തിരക്കാണോ? എങ്ങനെയാണ് തിരക്കടക്കം നിയന്ത്രിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ? ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോൾ ഉള്ളത് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലാണ്. ഈ ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ മുതൽ തന്നെ ഈ ക്ഷേത്രത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സാധാരണ ഒരു നിത്യബലി നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. നേരത്തെ തന്നെ ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കർക്കിടക വാവുബലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടെ ആരംഭിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിവിധ മികച്ച രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 11 പന്തലുകളാണ് ബലിതർപ്പണത്തിനായി സജ്ജമാക്കിയിട്ടുള്ളത്. ആ ഓരോ പന്തലുകളിലും അതിന് നേതൃത്വം നൽകാൻ പ്രത്യേക കർമ്മിമാരുമുണ്ട്. വലിയ തിരക്കാണ് രാവിലെ മുതൽ തന്നെ തിരുവല്ലം ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. കാരണം ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ ഉള്ളവർ വരെ എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഒപ്പം ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ആളുകൾ സ്ഥിരമായി എത്തുന്ന ഒരു ക്ഷേത്രമാണ്. അതിന്റെ ഒരു തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ട്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സജ്ജമാക്കിയിട്ടുള്ള ഒരു പന്തലാണ്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു പന്തലിലാണ് ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. പിതൃമോക്ഷത്തിനായി വ്രതം നോറ്റ് ആയിരങ്ങളാണ് തിരുവല്ലം ഈ പരശുരാമ ക്ഷേത്രത്തിലേക്ക് രാവിലെ മുതൽ തന്നെ എത്തിയിട്ടുള്ളത്. നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഈ നീണ്ട ക്യൂ കാണാം. ഏകദേശം 1/2 കിലോമീറ്ററോളം നീണ്ട ക്യൂ ഇപ്പോഴും ഈ ക്ഷേത്രത്തിലുണ്ട്. പക്ഷേ ഇവിടെ എത്തുന്ന എല്ലാവർക്കും തന്നെ അധികം വൈകാതെ തന്നെ, ഒരുപാട് സമയം കാത്തു നിൽക്കാതെ തന്നെ ആ ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങാനുള്ള ഒരു ക്രമീകരണമാണ് പ്രധാനമായും ഒരുക്കിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ കൂടുതൽ ജീവനക്കാരെ ഇതിനായി വിനിയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ കർമ്മിമാരെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പാപനാശം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണ ചടങ്ങിനായി എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ രാവിലെ മുതൽ 2 മണിയോടുകൂടി തന്നെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ബലിതർപ്പണ ചടങ്ങ്, ഒരു റൗണ്ട് പൂർത്തിയാകാൻ ഏകദേശം ഒരു മണിക്കൂറോളം സമയമെടുക്കും. പക്ഷേ ഈ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഇടങ്ങൾ ഒരുക്കിയാണ് ഈ തിരക്ക് എന്തായാലും ദേവസ്വം ബോർഡ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം പോലീസിന്റെയും മറ്റ് വിവിധ വകുപ്പുകളുടെയും ഒക്കെ തന്നെ സേവനം ഈ ബലിതർപ്പണ ചടങ്ങുകൾ സുഗമമായി നടക്കാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് അവർ കാത്തിരുന്ന ഒരു ദിവസം കൂടിയാണ്. പിതൃക്കൾക്ക് മോക്ഷം നൽകാനായി പ്രാർത്ഥനയോടെ, മന്ത്രോച്ചാരണത്തോടെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താൻ കാത്തിരുന്ന ഒരു ദിവസം കൂടിയാണ് കർക്കിടക വാവ്. ആ ദിവസം ഇപ്പോൾ എത്തി. ആ പിതൃമോക്ഷത്തിനായി ആളുകൾ ഇവിടെ എത്തി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി മടങ്ങുകയാണ്. ഇപ്പോൾ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഈ പന്തലിൽ സജ്ജമാക്കിയ 11 പന്തലുകളിൽ ഒരു പന്തലായ ഒന്നിൽ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ മന്ത്രോച്ചാരണം, ഒപ്പം എങ്ങനെ ബലി നടത്തണമെന്ന കാര്യങ്ങൾ കൃത്യമായി മൈക്കിലൂടെ ഈ കർമ്മി പറയും. അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തരും ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു പന്തലിൽ ഏകദേശം 6 വരിയായാണ് ആളുകളെ ഇരുത്തിയിരിക്കുന്നത്. ഏകദേശം 180 മുകളിൽ ആളുകൾക്ക് ഒരു പന്തലിൽ തന്നെ ബലിതർപ്പണം നടത്താൻ കഴിയും. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഒരു കടവ് ഉള്ളത്. അവിടെയാണ് ബലിതർപ്പണം നടത്തി ഈ ചടങ്ങ് പൂർത്തിയാക്കി ഇവർ മടങ്ങുന്നത്. അതിനുശേഷം ക്ഷേത്ര ദർശനം നടത്തിയായിരിക്കും ഓരോരുത്തരും മടങ്ങുന്നത്. പക്ഷേ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിനുള്ളിലും ഈ ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം തിരുവല്ലം ക്ഷേത്രത്തിലുണ്ട്. പക്ഷേ എല്ലാവർക്കും ക്ഷേത്രത്തിനുള്ളിൽ ബലിതർപ്പണം നടത്താൻ കഴിയില്ല. കാരണം വലിയ തിരക്കാണ്. നേരത്തെ വന്ന് നിൽക്കുന്നവർക്കായിരിക്കും കൂടുതലും അത്തരത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ ബലിതർപ്പണം നടത്താനുള്ള അവസരമുണ്ടാകുന്നത്. പക്ഷേ അത്തരത്തിൽ വലിയ രീതിയിൽ കാത്തു നിൽക്കാതെ ഈ പുറത്ത് സജ്ജമാക്കിയിട്ടുള്ള ആ പന്തലുകളിലായിരിക്കും ഈ ഭക്തർ ബലിതർപ്പണം നടത്തി പിതൃമോക്ഷത്തിനായി ബലിതർപ്പണം നടത്തി മടങ്ങുന്നത്. എന്തായാലും ബലിതർപ്പണ ചടങ്ങുകൾ, ഈ അടുത്ത ഘട്ടം ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 3/4 മണിക്കൂറോളം കൂടി തന്നെ ഇത് പൂർത്തിയാകും. അതിനുശേഷം ഇവിടെ നിന്ന് ഈ ആളുകൾ മാറി ഈ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയതിനു ശേഷമായി
ശേഷമായിരിക്കും ആളുകളെ ഈ പന്തലിലേക്ക് കയറ്റുന്നത്. ഈ പന്തലിന് പുറത്ത് നിരവധി ആളുകൾ കാത്തു നിൽപ്പുണ്ട്. എന്തായാലും വലിയ ക്രമീകരണങ്ങളാണ് തിരുവല്ലം ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെയും വിവിധ വകുപ്പുകളുടെയും ഏകോപനത്തോടു കൂടിയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നത്. പ്രതീഷാണിപ്പോൾ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലെ വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ ആലുവ മണപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ്. നിതിൻ സേവ്യർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. നിതിനപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്ന സ്ഥലത്താണിപ്പോൾ നിതിനുള്ളത്. എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ? പുലർച്ചെ മുതൽ തന്നെ വലിയ ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട്, ആയിരക്കണക്കിന് പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ടല്ലേ? അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജമല്ലേ നിതിൻ? തീർച്ചയായും ഷിഹാസ്, അതായത് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ ബലിയിടാനായി എത്തിച്ചേരുന്നത് ആലുവ മണപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ പുലർച്ചെ 2 മണി മുതൽ തന്നെ ഇവിടെ ഇത്തരത്തിൽ ബലിയിടാനുള്ള ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും വലിയ തോതിലുള്ള തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. കർക്കിടക ബലിതർപ്പണത്തിനായി ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ് ആലുവ മണപ്പുറമാണ്. അതിനുവേണ്ടിയുള്ള പെരിയാറിന്റെ തീരങ്ങൾ നേരത്തെ തന്നെ അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച വലിയ മഴയും പ്രളയവും ഒക്കെ വന്ന സമയത്ത് ഈ ക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെ വലിയ ആശങ്കയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മഴ മാറി നിന്ന് ആ പ്രതിസന്ധിയൊക്കെ മാറി ആശങ്കയൊക്കെ ഒഴിയുന്നൊരു രംഗമാണ്, ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതായാലും പുലർച്ചെ 2 മണിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ ഇവിടെ ആരംഭിച്ച ക്ഷേത്രകർമ്മങ്ങൾ ശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് കാർമ്മികത്വം വഹിക്കുന്നത്. ബലിതർപ്പണ ചടങ്ങ് സുഗമമായി നടത്തിപ്പിനായി രാവിലെ 1 മണി മുതൽ തന്നെ വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 1 മണി മുതൽ തന്നെ വാഹന ക്രമീകരണങ്ങളടക്കം നടത്തുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണത്തിനായി 8ഓളം ബലിപ്പുരകളാണ് ഇത്തവണ സജ്ജീകരിച്ചിട്ടുള്ളത്. കാരണം ഇത്രയധികം ആളുകൾ, കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് ബലിയർപ്പിക്കാനായി ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ 80-ലധികം ബലിതർപ്പണ ബലിപ്പുരകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പെരിയാറിൽ വെള്ളം പെട്ടെന്ന് എന്തെങ്കിലും വെള്ളം ഉയരുകയാണെങ്കിൽ അത് നേരിടാൻ ആവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഹരിത പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ഈ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. ക്ഷേത്ര പരിസരത്ത് കുടിവെള്ളവും ഭക്ഷണവും ഒക്കെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അധിക പബ്ലിക് ടാബുകൾ അടക്കം നിയമിച്ചിട്ടോടൊപ്പം സിവിൽ ഡിഫൻസ് ആളുകളടക്കമുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് 3 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 450 പോലീസുകാരാണ് ഇവിടെ സുരക്ഷയ്ക്കായി ഇവിടെ എത്തിച്ചിട്ടുള്ളത്. 25ഓളം ഫയർഫോഴ്സ് ഓഫീസർമാരെ അധികമായി നിയമിച്ചിട്ടുണ്ട്. CCTV ക്യാമറകളുടെ അടക്കം നിരീക്ഷണം ഇവിടെ നടക്കുന്നുണ്ട്. ഒപ്പം ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ ആലുവ മണപ്പുറം കേന്ദ്രീകരിച്ച് എപ്പോഴും സജ്ജമായി ണ്ട്. KSRTC ബസ്സുകൾ അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. എപ്പോഴും ഇങ്ങോട്ടേക്ക് സർവീസുകൾ നടത്തുന്നു. മെട്രോയും ഇത്തവണ ഈ ആലുവയിലേക്ക് അധിക സർവീസുകൾ പുലർച്ചെയും രാത്രി വൈകിയും ഒക്കെ തന്നെ സർവീസുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ വലിയ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാപമോക്ഷത്തിനായി വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ടേക്ക്, പിതൃക്കളുടെ അല്ലെങ്കിൽ മരിച്ചുപോയവരുടെയൊക്കെ പാപമോക്ഷത്തിനായി ഇങ്ങോട്ടേക്ക് ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നൊരു സമയം കൂടിയാണ്. കർക്കിടക വാവ് ദിനത്തിൽ ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തിയും തൃപ്തിയും ലഭിക്കും എന്നാണ് ഹിന്ദു മതത്തിലുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോടെ ഇങ്ങോട്ടേക്ക് എത്തുന്നൊരു സമയം കൂടിയാണ്. അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. മുൻ വർഷങ്ങളിൽ ഇതൊക്കെ പോലെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും വളരെ നേരത്തെ തന്നെ കൃത്യമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചടങ്ങുകളൊക്കെ തന്നെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നിതിൻ സേവ്യർ ആണ് ആലുവ മണപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. തിരുനെല്ലിയിലേക്ക് പോവുകയാണ്. ദീപക് മോഹനുണ്ട്. ദീപക്, ഇപ്പോൾ ആലുവയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ തിരുനെല്ലിയും പ്രധാനപ്പെട്ട ഒരിടമാണ്, ഒരുപാട് പേർ എത്തുന്ന ഇടമാണ്. എങ്ങനെയാണ് അവിടുത്തെ ചടങ്ങുകൾ, ക്രമീകരണങ്ങൾ, ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ? ശ്രുതി, ശിഹാസ്, രാവിലെ 3 മണിയോടുകൂടി പുലർച്ചെ 3 മണിയോടുകൂടി തന്നെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾ, കർക്കിടക വാവിനോടനുബന്ധിച്ചുള്ള ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ കാണുന്ന വലതുഭാഗത്തുള്ളതാണ് പാപനാശിനി. ഈ പാപനാശിനിയിൽ മുങ്ങി നിവർന്നതിന് ശേഷം ജന്മജന്മാന്തരങ്ങളുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞതിന് ശേഷമാണ് ഈ പാപനാശിനിയുടെ 2 കരകളിലുമായി ഭക്തർ ബലിതർപ്പണ ചടങ്ങുകൾക്കായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ഭാഗത്ത് ആളുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. പുലർച്ചെ 3 മണി മുതൽ തന്നെ വലിയ തിരക്ക് ഇവിടെ അനുഭവിക്കുന്നുണ്ട്.
തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കാനായി ആയിരങ്ങളാണ് ഇപ്പോഴും ഇവിടേക്ക് കൊണ്ടിരിക്കുന്നത്. 15ഓളം കാർമ്മികരുടെ നേതൃത്വത്തിൽ ഒരേ സമയം നിരവധി ആളുകൾക്ക്, അതായത് ഈ 500-ലധികം ആളുകൾക്ക് ഒരേ സമയം ബലിതർപ്പണ ചടങ്ങുകൾ ചെയ്യുവാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തിരുനെല്ലി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നൊരു പ്രധാനപ്പെട്ട ഈ ബലിതർപ്പണ ചടങ്ങുകൾക്കൊക്കെ പ്രധാനപ്പെട്ട പേരുകേട്ട ഒരു ക്ഷേത്രമാണ്. വർഷം തോറും ഇവിടെ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടത്തി വരാറുണ്ട്. പക്ഷേ വയനാട്ടിൽ ഇപ്പോൾ അടുത്തിടെയായി മറ്റു ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി വരാറോടുകൂടി തന്നെയാണ് ഇപ്പോൾ തിരക്ക് അല്പം ഇപ്പോൾ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. സ്വയംഭൂവായ ബ്രഹ്മാവ് പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ നടയിൽ വന്ദിച്ച ശേഷമാണ് പാപനാശിനിയിലേക്ക് ഈ പാപനാശിനിയിൽ മുങ്ങിയതിനു ശേഷം ബലിതർപ്പണ ചടങ്ങുകൾക്കായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 3 മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മണി വരെയുണ്ട്. അതോടൊപ്പം നിരവധി പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ഇവിടെയുണ്ട്. കാട്ടിക്കുളത്ത് നിന്ന് തിരുനെല്ലിയിലേക്കും തിരികെ ഇവിടെ നിന്നും വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. അധിക ബസ് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കൂടുതൽ ഭക്തരുടെ സൗകര്യാർത്ഥം തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും 12 മണി വരെ ആയിരിക്കും ഇനി ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക. പുലർച്ചെ 3 മണിയോടുകൂടി ആരംഭിച്ചപ്പോൾ അല്പം തിരക്ക് കുറവുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വലിയ ജനത്തിരക്ക് തന്നെയാണ് ശ്രുതി ഷിഹാസ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഓക്കെ, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ദീപക് മോഹൻ പങ്കുവച്ചത്. ഒപ്പം ആലുവ മണപ്പുറത്ത് നിന്ന് നിധിൻ സേവ്യറും തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിന്ന് MG പ്രതീഷുമാണ് കർക്കിടക വാവുബലി പിതൃസ്മരണയിൽ വിശ്വാസികൾ ഇന്ന് ഇപ്പോൾ പിതൃക്കളുടെ ആത്മശാന്തിക്കായി വിവിധ ഇടങ്ങളിൽ ബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.